പാലക്കാട് എം.എൽ.എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. കേസ് ഈ വരുന്ന 15-ാം തീയതി പരിഗണിക്കും. ആ 15-ാം തീയതി വരെ നിലവിലുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സുപ്രധാനമായ വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, പിന്നീട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള ശബ്ദരേഖ വളരെ മുൻപ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദരേഖയിൽ കേൾക്കുന്ന പുരുഷ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ ശബ്ദരേഖ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദമായ പരിശോധനാ ഫലം ഇനിയും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഇതിനിടയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പോലീസിൽ കേസ് നൽകിയിരിക്കുന്നത്. ഈ കേസ് പ്രകാരം ക്രൂരമായ ബലാത്സംഗം, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് രാഹുലിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷനാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇന്നിപ്പോൾ 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നുള്ളത് അറിയാതെ കേരള പോലീസും ആഭ്യന്തര വകുപ്പും ഇരുട്ടിൽ തപ്പി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള പ്രമുഖനായ എം.എൽ.എ ആയ ഒരു പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ പണിക്ക് പോകുന്നത് എന്നാണ് സാമാന്യ ജനങ്ങൾ ചോദിക്കുന്നത്. ഇവിടെയാണ് പ്രസക്തമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിലേക്ക് കടന്നിരിക്കുന്നു, അവിടെ നിന്ന് ഹൊസ്ദുർഗിലേക്ക് കടന്നിരിക്കുന്നു. ബംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലുള്ള, അതായത് കർണാടകയിലും ബംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലുള്ള നിരവധി റിസോർട്ടുകളിലും ഫാം ഹൗസുകളിലുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി മാറി താമസിക്കുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അത് ഏതാണ്ട് ശരിയാണ് താനും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും പൊള്ളാച്ചി വഴിയാണ് പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്കും മൈസൂരിലേക്കുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഓരോ യാത്രയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിശ്ചിത ദൂരം പിന്നിടുമ്പോൾ താൻ ഉപയോഗിച്ചിരുന്ന കാറുകൾ മാറും, തന്റെ ഡ്രൈവർമാർ മാറും, താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ മാറും എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വിദഗ്ധമായി കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത് എന്ന തരത്തിൽ തന്നെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പരക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ബംഗളൂരുവിൽ സഹായിക്കുന്നത് രാഷ്ട്രീയത്തിൽ വളരെയധികം നിർണായക സ്വാധീനമുള്ള ഒരു അഭിഭാഷകയാണ് എന്നുള്ളതാണ്. ഒരു വനിതാ അഭിഭാഷകയാണ് രാഷ്ട്രീയത്തിൽ, അതായത് കർണാടക രാഷ്ട്രീയത്തിലും കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങളെല്ലാം ഉള്ള ഒരു വനിതാ അഭിഭാഷക രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ കാര്യമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഒളിവിൽ കഴിയാൻ വേണ്ടി സഹായിക്കുന്നു. അവരുടെ താല്പര്യപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ബംഗളൂരുവിലുള്ള ഫാം ഹൗസുകളിലും റിസോർട്ടുകളിലുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി മാറി ഒളിവിൽ താമസിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ വലിയ ഫാം ഹൗസുകൾ, അതായത് ഏക്കർ കണക്കിന് സ്ഥല വിസ്തൃതിയുള്ള ഫാം ഹൗസുകളിൽ കേരളത്തിലെ പോലീസിനെത്തി പരിശോധന അത്ര സുഗമമല്ല. മാത്രമല്ല റിസോർട്ടുകളിലെ പരിശോധനയും സുഗമമല്ല. പല തരത്തിലുള്ള ഒരുപാട് കോട്ടേജുകൾ, ധാരാളം കോട്ടേജുകളുള്ള റിസോർട്ടുകളിൽ എല്ലാ കോട്ടേജുകളിലും കയറി ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളത് കേരള പോലീസിലെ പരിമിതമായ അന്വേഷണ സംഘത്തിന് സാധിക്കാതെ വരുന്നു. ഇതിന് കർണാടക പോലീസിന്റെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. അത് പോലീസ് തേടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നു. എന്നാൽ ഓരോ ഒളിത്താവളങ്ങളിലും മണിക്കൂറുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പോലീസ് തന്നെ തേടിയെത്തുന്നു എന്നുള്ള കൃത്യമായ വിവരം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത് കേരള പോലീസിന്റെ ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയത്തിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുമെല്ലാം വളരെ നിർണായകമായ സ്വാധീനമുള്ള പങ്കാളിത്തമുള്ള വനിതാ അഭിഭാഷകയാണ് പോലീസിലെ ഉന്നതരിൽ നിന്നും, കേരള പോലീസിലെ ഉന്നതരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേട്ടയാടുന്നതിന് വേണ്ടി പോലീസ് ഒളിത്താവളങ്ങൾ തേടി എത്തുന്നു എന്നുള്ള വാർത്ത ലഭിച്ചുകൊണ്ടിരുന്നത്. അവർ ആ വാർത്ത അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഒളിയിടങ്ങളിലേക്ക് എത്തിക്കുന്നു. നിമിഷങ്ങൾക്കകം തന്നെ പോലീസിനെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോരോ ഒളിത്താവളങ്ങളും മാറി മാറി കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പോലീസ് എത്തുന്നതിന് ഏതാണ്ട് 5-10 മിനിറ്റുകൾക്ക് മുൻപ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല ഒളിത്താവളങ്ങളിൽ നിന്നും മാറി മാറി അതിവിദഗ്ധമായ രീതിയിൽ പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോരോ ഒളിത്താവളങ്ങളും മാറി മാറി കഴിയുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നത് ഈ അഭിഭാഷകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്നത്. അതായത് പോലീസിലെ ഉന്നതരുമായി ഈ അഭിഭാഷകയ്ക്കുള്ള ബന്ധമാണ് പോലീസിന്റെ എല്ലാ നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അപ്പോൾ ചോർന്ന് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാണ് അറിയുന്നത്.
ഈ അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലും ഹോസ്ദുർഗിലുമുള്ള പല റിസോർട്ടുകളിലും ഫാം ഹൗസുകളിലെല്ലാം മാറി മാറി താമസിച്ചത് എന്ന് പറയപ്പെടുന്നു. മണിക്കൂറുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ഒളിത്താവളങ്ങളിലും താമസിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ തേടി പോലീസ് ഏത് നിമിഷവും എത്തും. അങ്ങനെയാണെങ്കിൽ പോലീസ് എപ്പോഴെത്തും, എവിടെ നിന്ന് എത്തും എന്നുള്ള കൃത്യമായ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു. ഗൂഗിൾ മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വഴികളിൽ നിന്നും വിദഗ്ധമായി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഓരോരോ ഒളിത്താവളങ്ങളിലും മാറി മാറി താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബംഗളൂരുവിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും അതുപോലെ തന്നെയുള്ള ഉന്നത റിസോർട്ട് മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയകളും തമ്മിലുള്ള വനിതാ അഭിഭാഷകയുടെ ബന്ധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിയിടങ്ങളിൽ സുരക്ഷിതമായി താമസിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒളിവിൽ പാർപ്പിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളത് അറിയുമ്പോൾ തീർച്ചയായും അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും, അല്ല എന്നുണ്ടെങ്കിൽ സേനയിലെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് പോലീസിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷനുകൾ ചോർന്നു കിട്ടുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 10 ദിവസങ്ങളിലായി പോലീസിന് പിടിക്കാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ പോലീസിൽ നിന്നുള്ള വാർത്തകൾ ചോരുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ നീക്കങ്ങൾ ചോരുന്നു, അഥവാ കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നതിനുള്ള താല്പര്യമില്ലാതിരിക്കുന്നു എന്നിങ്ങനെ 2 തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിലെ ചില ആളുകളും ചേർന്നുള്ള ഒത്തുകളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് പറഞ്ഞ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പലരും എടുത്തു പറയുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ പിടിക്കും എന്നുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള സമൂഹ മധ്യത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും ചില കോൺഗ്രസ്സുകാരും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഇതെന്നാണ് ഇപ്പോൾ പരക്കെ പലരും പറയുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്ത് തന്നെയായാലും കേരള പോലീസിനും കേരള ആഭ്യന്തര വകുപ്പിനും ഇത് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. 10 ദിവസമായിട്ടും ഒരു MLA, പ്രമുഖനായ ഒരാളെ പിടിക്കാൻ കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഈ പണിക്ക് പോകുന്നത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാറുകളും മൊബൈൽ ഫോണുകളും ഒളിയിടങ്ങളും മാറി മാറി മാറ്റി താമസിച്ചുകൊണ്ട് ഇപ്പോൾ വളരെ സുരക്ഷിതമായ രീതിയിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന 2ാമത്തെ പീഡന കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേരള പോലീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകൾ പറയുന്നത് 2ാമത് കൊടുത്തിരിക്കുന്ന കേസ് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. കാരണം ഒരു പരാതിക്കാരി ആരാണെന്നുള്ളത് അറിയില്ല, അവരുടെ അഡ്രസ്സ് വ്യക്തമല്ല, ഒരു ഇമെയിൽ അഡ്രസ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പരാതി പോലീസിന് സ്വീകരിക്കാൻ കഴിയില്ല, മൊഴിയെടുക്കണം, അവർ നേരിട്ട് ഹാജരായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി മാത്രം പോകാനാണ് സാധ്യത എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് കേസിലായാലും അറസ്റ്റ് ചെയ്ത് അകത്തിടണം എന്നുള്ള താല്പര്യത്തോടു കൂടി നടക്കുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കകം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2ാമത്തെ കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കൃത്യമായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പോലീസുകാരും വട്ടത്തിലായിരിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും കണ്ടെത്തേണ്ട ചുമതല അവർക്ക് തന്നെയാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അഥവാ അതുവരെയെങ്കിലും, അല്ലെങ്കിൽ അടുത്ത 15-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിളിക്കുന്നത് വരെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കബളിപ്പിച്ച് ഒളിവിൽ താമസിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പോലീസിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് രാഹുലിന് എന്നാണ് അറിയാൻ കഴിയുന്നത്.